ഒരു കൃഷിസ്ഥലം ഒരുക്കാണ് കണ്ടോ. കൃഷിസ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കാടും പടതൊക്കെ കളഞ്ഞിട്ട് ഫുള്ള് പഴവർഗ്ഗങ്ങളുടെ തോട്ടം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ 1 ഏക്കർ ഭൂമി എടുത്തിട്ട് അതിലാണ് ഇതൊക്കെ ശരിയാക്കാൻ പോകുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ പേരയുണ്ട്, ചിക്കുണ്ട്, പപ്പായ ഉണ്ട്, ലോവിയുണ്ട്, ചാമ്പക്കുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, സ്റ്റാർ ഫ്രൂട്ടുണ്ട്, മാംഗോസ്റ്റിനുണ്ട്, റംബൂട്ടാനുണ്ട്, ആത്തച്ചക്കയുണ്ട്, സീതപ്പഴമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നമ്മുടെ ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് നടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു ഹിറ്റാച്ചി വന്നിട്ട് നിരപ്പാക്കലും ഒന്ന് മണ്ണൊക്കെ ഇളക്കിയിടണം. മണ്ണൊക്കെ ഇളക്കിയിട്ടാലാണ് ഈ പുതിയ ചെടികൾ വരുമ്പോൾ, ഈ ചെറിയ ചെടികൾ വരുമ്പോൾ തൈക്കളാണല്ലോ, അതിൻ്റെയൊക്കെ വേരുകൾ പോകാനായിട്ട് നല്ലതാണ്. കണ്ടോ, അതിനുള്ളതാണ് കുറേശ്ശെ കുഴി ഓരോന്ന് ഒരു 20 അടിയൊക്കെ അകലത്തിൽ ഓരോ കുഴി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോ വാഴ, പൂവൻ വാഴ അല്ലെങ്കിൽ ഞാലിപ്പൂവൻ, ഇതൊക്കെ കൊണ്ട് നട്ടു വയ്ക്കാൻ പോകണം. അപ്പോൾ ഇടയ്ക്ക് ഓരോ വാഴ എന്ന് കഴിഞ്ഞാൽ നമുക്ക് കായും കിട്ടും, ഈ ചെടികൾക്കൊരു തണലും കിട്ടും. കണ്ടല്ലേ, ഈ വലിയ കാടും പടലൊക്കെ നമ്മൾ JCB വലിയ വണ്ടി, ഈ വലിയ വണ്ടി കൊണ്ടിട്ടൊക്കെ പൊളിച്ചിട്ട് കളയാണ്. അങ്ങനെ വൃത്തിയാക്കി ഇടണം. എന്നിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ചെടികൾ നടാൻ. ചെടികളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ JCB ഒന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കണ്ട ഇവിടെ ഒരു കുഴിയുണ്ട്, അത് നികത്തി ഇതൊക്കെ ഇട്ട് മൂടി അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവനങ്ങോട്ട് ചീഞ്ഞോളും അവിടെ ഇരുന്നിട്ട് മഴയ്ക്ക്. ഇപ്പോൾ വേനൽക്കാലമാണ്, അടുത്ത മാസം മഴ പെയ്യും, അപ്പോൾ ഒക്കെ ശരിയാക്കും. ഇല്ലെങ്കിൽ നമ്മളുടെ പറമ്പിലെ വല്ല കുറുക്കന്മാർ, പിന്നെ തെരുവ് പട്ടികൾ, പിന്നെ കോക്കാമ്പൂച്ച, പിന്നെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ മരപ്പട്ടിയൊക്കെ വരും. അത് അതിൻ്റെയൊക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്.